ശക്തി ആരാധനയുടെ ഒരു മൂലകേന്ദ്രം എന്ന് പറയുന്നത് പാലക്കാട് കല്ലടിക്കോട് മലനിരകളാണ് എന്ന് കേട്ടിട്ടുണ്ട്. കാളിയും കരിനീലിയും, ഈ കാളി ഉപാസനയും കരിനീലി ഉപാസനയും ഒന്നാണോ? കമ്പയറിങ്ങിൻ്റെ ഒരു ആവശ്യത്തിലില്ല. നീലിയെ വിളിക്കുമ്പോൾ തന്നെ നീലി കാളി, ശൂലിനി ദുർഗ എന്നൊക്കെ പറഞ്ഞ നാടൻ പ്രയോഗങ്ങളുണ്ട്. പക്ഷെ നീലിയും കാളിയും വേറെ തന്നെ വിളിക്കുന്നുണ്ട്. കാളി കൂളി പണ്ടാരങ്ങൾ എന്ന് പറയും. പണ്ടാരങ്ങൾ മോശമൊന്നുമല്ല. അപ്പം കാളി വേറെ തന്നെയാണ്. കരിനീലി എന്ന് പറഞ്ഞാൽ ആ നീലയുടെ പരിപൂർണമായിട്ട് ഇരുണ്ട നീലവർണ്ണത്തിലുള്ള ഭാവമായിരുന്നു അവൾക്ക് ഉണ്ടായിരുന്നത്. കുറവ സമുദായത്തിൽ ഈ അപ്പൂപ്പൻ എന്ന് പറയുന്ന ഒരു ദൈവമുണ്ട് എന്ന് കേട്ടിട്ടുണ്ട്. കുറവരുടെ ആരാധനാരീതി എന്ന് പറഞ്ഞാൽ അവർക്ക് പ്രധാനമായിട്ടും മലവിളിയാണുള്ളത്. മലവിളിക്കുക എന്നാണ് പറയുക, മലവിളി. അപ്പോൾ അതിന് പ്രത്യേക ഒരു ടൂണിലാണ് അവർ ആ രീതിയിൽ സംസാരിക്കും, വിളിക്കും. അപ്പൂപ്പനാണ്. അപ്പൂപ്പനാണ് പൂർവികമായിട്ടുള്ള ഒരു ഗുരുവര്യനാണ് അപ്പൂപ്പൻ. ഇതാണ് അപ്പൂപ്പൻ. മലദൈവ സങ്കല്പത്തിലാണ് അപ്പൂപ്പൻ വരുന്നത്. ശ്രീകൃഷ്ണ പരന്തിലെ ഈ മോഹൻലാലും അല്ല, മറ്റേ ചങ്ങാതി ഒരു എന്താ ചൂരക്കാട്ട് മനക്കൽ ബട്ടേരിപ്പാടിൻ്റെ പോലെയൊക്കെ തോന്നുന്ന ആളുകൾക്ക്. മന്ത്രവാദി എന്ന് പറഞ്ഞാൽ വേദം കൊണ്ടോ തന്ത്രം കൊണ്ടോ എന്തുകൊണ്ട് ഉപയോഗിച്ചാലും ദിക്കറ് ചൊല്ലുന്നവരും അല്ലെങ്കിൽ ഈ പള്ളിയിലച്ചന്മാരും ഒക്കെ മന്ത്രം ഉപയോഗിക്കുക, അല്ലെങ്കിൽ ആ സിസ്റ്റം ഉപയോഗിക്കേണ്ടതൊക്കെ അങ്ങനെ മന്ത്രവാദികൾ തന്നെയാണ്. അവിടെ വേറൊരു ഭാവമൊന്നുമില്ല. ശരീരം വിട്ടുപോയിട്ടുള്ള ഒരാത്മാവ്, അങ്ങനെ ഒരു ആത്മാവ് ശരീരം വിട്ടു പോകുമ്പോൾ അവരുടെ പ്രിയപ്പെട്ടവർക്ക് വളരെ വലിയ വേദന ഉണ്ടാവും. അപ്പം അവരെ കാണണം എന്നുള്ള ചിന്തയുണ്ടാവും. അങ്ങനെ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ പല സിനിമകളും പല കഥകളും ഒക്കെ പറയാറുണ്ട് ഈ മന്ത്രവാദികളുടെ സഹായത്തോടെയൊക്കെ അവരെ തിരിച്ചു വിളിക്കുന്ന കാര്യങ്ങളും. ഇപ്പോൾ ഒരു വലിയ ഒരു ഓഫീസർ തന്നെ ഒരു അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് തിരിച്ചു വിളിച്ച കഥകളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ ഈ ഒരു വലിയ മന്ത്രവാദിയുടെ, അഗ്രഗണ്യനായ ഒരു മന്ത്രവാദിയുടെയൊക്കെ സഹായത്താൽ, അല്ലെങ്കിൽ ഒരു ആത്മീയ ഉന്നതി പ്രാപിച്ച ഒരാളുടെ സഹായത്താൽ നമുക്ക് ആ ആത്മാവിനെ തിരിച്ചു വിളിച്ച് ഇവർക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ ആ സ്വരൂപത്തിൽ, പഴയ സ്വരൂപത്തിൽ അവരെ കാണിച്ചു കൊടുക്കാൻ പറ്റുമോ? ഒരു സംശയമാണ്. തീർച്ചയായും. നമ്മൾ ബാക്കിൻ്റെ ഒരു ഇൻ്റർവ്യൂവിൽ തന്നെ ഇത് പറഞ്ഞിട്ടുണ്ട് ഇതിനെക്കുറിച്ചിട്ടൊരു കാര്യം. ഇവിടെ എന്താ വെച്ചാൽ മരിച്ചുപോയ, ഇപ്പോൾ നമ്മളെ പേഴ്സണലായിട്ട് നമ്മളെ കാര്യം, ഇപ്പോൾ നമ്മളെ അമ്മ മരിച്ചിട്ടുണ്ട്. നമ്മളെ അമ്മ മരിച്ച് നമുക്ക് അമ്മയെ കാണാൻ അല്ലെങ്കിൽ അമ്മയോട് സംസാരിക്കണം എന്നൊക്കെ തോന്നുമല്ലോ. അപ്പോൾ ചോദിക്കത്തൊക്കെ സത്യമല്ലേ, എനിക്കെന്തത് ബോധ്യപ്പെട്ടു വെച്ചാൽ അതവിടെയാണ് നമ്മൾ പറഞ്ഞത്. യാഥാർത്ഥ്യത്തിൽ ജീവിക്കുന്നതാണ് എനിക്കിഷ്ടം. അമ്മ മരിച്ചു, അത് യാഥാർത്ഥ്യമാണ്. അമ്മ വരില്ല, യാഥാർത്ഥ്യം. പക്ഷെ എന്നിരുന്നാൽ പോലും എൻ്റെ അമ്മ എന്ന് പറയുന്ന, എൻ്റെ ബോധം പറയുന്ന ഒരു അവസ്ഥ, അമ്മ കേവല ശരീരമല്ല. അപ്പോൾ അങ്ങനെയുള്ളതിനോട് സമ്മതിക്കാൻ മാർഗമുണ്ടോ ചോദിച്ചാൽ അവിടെ എനിക്ക് മാർഗമുണ്ട്. അപ്പോൾ ആ മാർഗം ഇന്നലകളിലുള്ളതാണ്. അവിടെയാണ് നമ്മൾ പറയാറ് ഒന്ന് ആവാഹിച്ചുകൊണ്ട്. അങ്ങ് പറഞ്ഞു മാന്ത്രികൻ. ഈ മാന്ത്രികൻ എന്നുള്ള ശബ്ദവും പ്രയോഗം കേൾക്കുമ്പോൾ ആളുകൾ അതെന്തോ മറ്റേ ശ്രീകൃഷ്ണ പരന്തിലെ ഈ മോഹൻലാലും അല്ല, മറ്റേ ചങ്ങാതി ഒരു എന്താ ചൂരക്കാട്ട് മനക്കൽ ബട്ടേരിപ്പാടിൻ്റെ പോലെയൊക്കെ തോന്നുന്ന ആളുകൾക്ക്. മന്ത്രവാദി എന്ന് പറഞ്ഞാൽ വേദം കൊണ്ടോ തന്ത്രം കൊണ്ടോ എന്തുകൊണ്ട് ഉപയോഗിച്ചാലും ദിക്കറ് ചൊല്ലുന്നവരും അല്ലെങ്കിൽ ഈ പള്ളിയിലച്ചന്മാരും ഒക്കെ മന്ത്രം ഉപയോഗിക്കുക, അല്ലെങ്കിൽ ആ സിസ്റ്റം ഉപയോഗിക്കേണ്ടതൊക്കെ അങ്ങനെ മന്ത്രവാദികൾ തന്നെയാണ്. അവിടെ വേറൊരു ഭാവമൊന്നുമില്ല. അപ്പം അങ്ങനെയുള്ള ആളുകൾക്ക് ഈ ഒരു ആ വ്യക്തിയുടെ ആഗ്രഹം അത് സാധിക്കാൻ പറ്റുമോ വെച്ചാൽ സാധിക്കാൻ പറ്റും. പക്ഷെ ഒരു കാര്യമുള്ളത്, ആ വ്യക്തിയെ അതേ രൂപത്തിൽ മുൻനിർത്താൻ ഇപ്പോൾ ഒരു 3D വ്യൂ സിസ്റ്റമൊക്കെ ഉണ്ട്. ഇപ്പം അതല്ല ഈ സിനിമയിലൊക്കെ കാണുന്ന പോലെ മുന്നിൽ പോയി ടേബിളിന് മുന്നിൽ കൂടെ നിർത്തുന്നത്, അതൊന്നുമല്ല. ഒരു ഉപാധിയിലൂടെ ഇപ്പോൾ സാധാരണ ഒരു സുദർശന ഹോമമൊക്കെ നടത്തുമ്പോൾ അത് ചില വിഗ്രഹങ്ങൾ വെച്ച് അതിലേക്ക് ആയി എന്നൊരു ജ്യോത്സ്യർ പറയാം. നമുക്കത് അളകൊന്നും ചലിക്കുന്നൊന്നും കാണാൻ പറ്റില്ല. പക്ഷെ മറിച്ച് അതല്ലാണ്ട് ആ ആത്മാവിനെ ആവാഹിച്ചുകൊണ്ട് പല പദ്ധതിയുണ്ട്. ഇപ്പോൾ നാടൻ പദ്ധതിയിൽ തോറ്റം ചൊല്ലി വിളിക്കുക എന്ന് പറയും, അല്ലെങ്കിൽ കർമ്മട്ട് വിളിക്കുകയൊക്കെ ചെയ്യുന്ന, പത്മട്ട് പൂജിക്കുന്ന രീതിയൊക്കെ ഉണ്ട്. ആവാഹിച്ചു കഴിഞ്ഞാൽ ആ ആത്മാവ് മറ്റൊരു ശരീരത്തിലേക്ക് ആവേശിച്ചിട്ട് അവിടെ ഇന്നലെ ആ മറ്റേ വ്യക്തിയുടെ എല്ലാ ചേഷ്ടകളും സംസാര ശൈലിയോടും കൂടിയിട്ട് ആ വ്യക്തി നമ്മളോട് സംസാരിക്കുകയും ഒക്കെ ചെയ്യും. ആ സംസാരിച്ചു കൊണ്ട് അവർക്ക് നമ്മളോട് എന്തെങ്കിലും പറയാനോ, നമുക്ക് അവരോട് പറയാനോ, കെട്ടിപ്പിടിക്കാനോ, സങ്കടം പറയാനോ ഒക്കെ നമുക്ക് പറ്റുകയും, നമ്മൾ ആത്മസംതൃപ്തിക്ക് വേണ്ടിയാണ് എന്തും ചെയ്യുന്നത്. നമ്മൾ എപ്പോഴും നമ്മൾ സംസാരിക്കുമ്പോൾ ആനന്ദത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ആ ആനന്ദത്തിനാണ് ഒക്കെ ചെയ്യുന്നത്. അപ്പം അങ്ങനെ മരിച്ചു പോയൊരു വ്യക്തിയെ വിളിക്കാൻ അല്ലെങ്കിൽ വിളിച്ചു വരുത്താൻ പറ്റുമോ അങ്ങയുടെ ചോദ്യത്തിന് തീർച്ചയായിട്ടും പദ്ധതികൾ ഇവിടെ ഉണ്ട്. ഇത്തവണ നമ്മുടെ ജന്മദിനവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇറക്കിയ പുസ്തകം തന്നെ ഇത്തരം പ്രേതം വിളിക്കുക എന്നാണ് പറയുക. അതിന് പ്രേതം വിളിയുമായി ബന്ധപ്പെട്ട് ഇവിടെ ഉണ്ടായിരുന്ന ട്രഡീഷണലായിട്ട് ഇവിടെ ഉണ്ടായിരുന്ന ഒരു പദ്ധതിയെക്കുറിച്ച് വളരെ ചെറിയൊരു പുസ്തകമാണ്. 25 രൂപയുടെ പുസ്തകമാണ് ഇറക്കിയത്. അപ്പോൾ അതിന് സാധ്യതയുണ്ട്, നമുക്ക് തന്നെ അനുഭവമുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിന് പറ്റും. പല രീതിയുണ്ട്. ആസ്ട്രൽ പ്രൊജക്ഷൻ പോലുള്ള പല രീതിയിൽ നാടൻ സമ്പ്രദായമുണ്ട്, കാണാൻ പറ്റും. പക്ഷേ മറിച്ച് പറഞ്ഞു ആ വ്യക്തിയെ പുറത്ത് നിർത്തിയിട്ടല്ല, ഇതിൻ്റെ ഇടയിൽ നിർത്തിയിട്ടല്ല, മറ്റൊരു ശരീരത്തിലൂടെ കാണാനും അനുഭവിക്കാനും നമുക്ക് സംസാരിക്കാനും ഒരു വിഷമങ്ങൾ ചോദിച്ചറിയാനും ഒക്കെ പറ്റുന്ന പദ്ധതികളുണ്ട്. ഞാൻ എൻ്റെ വ്യക്തിപരമായിട്ട് നമ്മളുടെ അമ്മയാണ് മരിച്ചു പോയിട്ടുള്ളത്. അമ്മയുമായിട്ട് കുറേ നേരം ഇരിക്കാറുണ്ട്, അമ്മയോടൊപ്പം ഭക്ഷണം കഴിക്കാറുണ്ട്.
അത് നമുക്ക് ആത്മസന്തോഷം. എനിക്ക് അമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരാശക്തിയാണ്, പരാശക്തിയുടെ പ്രകടഭാവമാണ് അമ്മ, അടുത്തത് ഭാര്യയൊക്കെ പോണത്. അപ്പോൾ അതിൽ എൻ്റെ അമ്മയുമായിട്ട് ഞാൻ ഇരിക്കാറുള്ള അനുഭവമുണ്ട്. മറിച്ച് മറ്റുള്ളവർക്ക്, എൻ്റെ അമ്മ മാത്രമല്ല മറ്റു പലർക്കും അവരുടെ പൂർവികർ ഇത്തരം സന്ദർഭങ്ങളിൽ കണ്ടിട്ട് അവർ അനുഭവിച്ചിട്ട് അവരുടെ കൂടെയുള്ള ആളുകളുമായിട്ട് ഇരിക്കുക, സംസാരിക്കുക, സങ്കടം പറയുകയൊക്കെ ചെയ്തിട്ട് അവരതിന് ശേഷം എന്നാൽ ശരിയും മടങ്ങി പോയിക്കോളൂ പറയുമ്പോൾ ശരീരത്തിൽ നിന്ന് പോകുന്നതായിട്ടുള്ള പദ്ധതികൾ നമുക്ക് തന്നെ പലയിടത്തും പ്രാക്ടിക്കലി ചെയ്തിട്ടുള്ള അനുഭവങ്ങളും ഉള്ളതാണ്. നമ്മൾ ഉണ്ടാക്കിയതല്ല, ഇവിടെ ഉണ്ടായിരുന്ന പുരാതനമായൊരു സിസ്റ്റം തീർച്ചയായിട്ടും ഉള്ളതാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു സിസ്റ്റത്തിലൂടെ കടന്നു പോകുമ്പം അതിനും നമ്മുടെ സനാതനത്തിൽ മാർഗമുണ്ട് എന്നുള്ളതാണ്. സനാതനധർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ചില ആളുകളൊക്കെ സനാതനത്തെ വളരെ വികലമായി ചിത്രീകരിക്കാറുണ്ട്. നമ്മളും വിമർശിക്കാറുണ്ട്. ഞാൻ ഇത് പറയുമ്പോൾ വിമർശിക്കണം. അവിടെ വിമർശിക്കുന്ന എന്തിനെയാണ്? ഇതിനെ നശിപ്പിച്ച ആളുകൾ ചെയ്തു വെച്ച വ്യവസ്ഥയെ പേരെടുത്ത് പറയാൻ വേണ്ടിയിട്ടാണ്. സത്യത്തിൽ സനാതനധർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഒരു ഏകശിലാത്മകമല്ല, അത് വിശാലമാണ്, ഒരു മഹാസമുദ്രമാണ്. ആ സമുദ്രത്തിൽ ഇല്ലാത്തതായി മറ്റൊന്നുമില്ല. ഇവിടെയുള്ളതിൻ്റെ എന്തെങ്കിലും ഒരു വശം മറ്റുള്ളവരൊക്കെ കാണുള്ളൂ. അതായത് അവരെ സൂപ്പർ മാർക്കറ്റ് ഇല്ലാത്തത് പോലും ഇവിടെയുണ്ട്. എന്തിനും പഴുതുണ്ട്, ഏത് മാർഗത്തിലും ഇവിടെയുണ്ട്. ഒന്നും മറ്റൊടത്ത് തിരയണ്ട, ഇവിടെയുണ്ട്. അത് അന്വേഷിച്ച് കണ്ടെത്താൻ നമുക്ക് ആകുന്നില്ല എന്നുള്ളിടത്താണ് പലപ്പോഴും മതം മാറ്റങ്ങളും മറ്റൊക്കെ സംഭവിക്കുന്നത്. തീർച്ചയായിട്ടും. ഈ കുറവ സമുദായത്തിൽ ഈ അപ്പൂപ്പൻ എന്ന് പറയുന്ന ഒരു ദൈവമുണ്ട് എന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ അപ്പൂപ്പൻ ദൈവം അതിലൊരു തെറ്റിദ്ധാരണ ആയിട്ടാണോ അല്ല അത് യാഥാർത്ഥ്യമാണോ എന്നറിയില്ല, അത് തന്നെയാണ് തമ്പുരാൻ ശിവൻ എന്ന് പറയുന്നൊരു അത് രണ്ടും ഒന്നാണ് എന്നൊരു ധാരണ ആളുകൾക്കിടയിലുണ്ട്. അത്തരത്തിലുള്ള പ്രചാരണം നടക്കുന്നുണ്ട്. ഇനി അതല്ല, രണ്ടും രണ്ടായിട്ട് നിൽക്കുന്ന ചില പ്രതിഷ്ഠയുള്ള സ്ഥലങ്ങളും ഒക്കെ ഉണ്ട് എന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ അതിലൊരു യാഥാർത്ഥ്യം എന്താണ്? ഇത് രണ്ടും ഒന്ന് തന്നെയാണോ, അല്ലെങ്കിൽ ഈ കുറവ സമുദായത്തിൻ്റെ പ്രത്യേകത കൂടി ഒന്ന് അങ്ങ് പറഞ്ഞു തന്നായിരുന്നു. തീർച്ചയായും കുറവരുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കേരളത്തിൽ വലിയൊരു പലപ്പോഴും വിവാദമാവുന്നൊരു കാര്യമാണ് ഈ പറയുന്ന മലനടകളിലുള്ള മൂർത്തികളൊക്കെ ഈ എന്താ പറയുക, കുറവരാവുന്നതുകൊണ്ട് അത് കൗരവരാണെന്നും അവിടെയുള്ള ദുര്യോധനാണെന്നുള്ള രീതിയിലൊക്കെ വലിയൊരു വിഷമമുണ്ട്. സത്യത്തിൽ ഇതുമായിട്ടൊന്നും റിലേറ്റഡ് ആക്കേണ്ട കാര്യം ഇതിനില്ല. കുറവർക്ക് അപ്പൂപ്പനാണ് അവിടെ ആരാധനയെങ്കിൽ നമ്മൾ പറയുക അപ്പൂപ്പനാണ്. അപ്പൂപ്പനാണ് പൂർവികമായിട്ടുള്ള ഒരു ഗുരുവര്യനാണ് അപ്പൂപ്പൻ. അതാണ് അപ്പൂപ്പൻ. മലദൈവ സങ്കല്പത്തിലാണ് അപ്പൂപ്പൻ വരുന്നത്. തമ്പുരാൻ എന്ന് പറയുന്നത് തന്നെ അത് സത്യത്തിൽ കുറവേർക്കുണ്ട്. പുലയ സമുദായങ്ങൾക്കൊക്കെ പലപ്പോഴും മറ്റം മഹാദേവ ക്ഷേത്രം എന്ന് പറയും, പുലയരുടെ ഒരു ക്ഷേത്രമാണ്. അവിടെ ഈ പറയുന്ന തമ്പുരാനാണ്. പക്ഷെ ഇന്നിപ്പോൾ മഹാദേവൻ എന്ന് പറയും. തെറ്റാണ്. മഹാദേവൻ എന്നുള്ളത് ശരിയാണ്, പക്ഷേ അതിനൊരു ശിവ കണ്ടൽ കൊണ്ടുപോകുന്ന രീതി ഒക്കെ തെറ്റാണ്. അപ്പോൾ അവിടെ അപ്പൂപ്പൻ അല്ലെങ്കിൽ തമ്പുരാൻ എന്ന് പറയുന്നത് ഒക്കെ വേറെ വേറെ തന്നെയാണ്, ഒരു രീതി വ്യത്യാസമുണ്ട്. കുറവരുടെ ആരാധനാരീതി എന്ന് പറഞ്ഞാൽ അവർക്ക് പ്രധാനമായിട്ടും മലവിളിയാണുള്ളത്. മല വിളിക്കുക എന്നാണ് പറയുക, മലവിളി. അപ്പോൾ അതിന് പ്രത്യേക ഒരു ട്യൂണിലാണ് അവർ ആ രീതിയിലൊരു സംസാരിക്കും, വിളിക്കുകയൊക്കെ ചെയ്യാം. പറയുന്ന രീതിയുണ്ട്. ഞാനത് ഈ എന്താ പറയുക, നമ്മളുടെ ഒരു സിനിമ വന്നില്ലേ കാന്താര, അതിൽ എന്താ പറയുക ആ ഒരു അഭിനയിച്ച ആൾ എന്താ പേര് കിട്ടുന്നില്ല, എന്തായാലും ഋഷഭ് ഷെട്ടി പറഞ്ഞത് ഈ ശബ്ദം ഉണ്ടാക്കാൻ പോലും പാടില്ല, അത് ഭക്തിയിൽ വരുന്ന, എന്നാൽ പോലും ഞാൻ പ്രേക്ഷകർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിൽ പറയുന്ന കാര്യമാണ്. ആ രീതിയിൽ വിളിച്ച് ദേവതയെ വിളിച്ചിറക്കിക്കൊണ്ട് ആ മലനടയിൽ അവിടേതായിരിക്കുന്ന പടുക്ക വയ്ക്കുക എന്നൊക്കെ പറയും. ഈ വെറ്റില, അടയ്ക്ക, മുറുക്കാൻ ഇത്തരം കാര്യങ്ങളും കിഴങ്ങ് വർഗ്ഗങ്ങൾ, തേങ്ങ ഇത്യാദി കാര്യങ്ങളൊക്കെ വയ്ക്കുന്ന സമ്പ്രദായമാണ് അവരുടെ ആചാരവിധാനം, കുറവരുടെ ആചാരവിധാനം. ഇതേ രീതി തന്നെയാണ് തമ്പുരാനും. എങ്കിലും അവിടെ എന്ന് വെച്ചാൽ കുറച്ചുകൂടിയൊക്കെ മാറ്റങ്ങൾ പലപ്പോഴും ചിലപ്പോൾ ചിലവർ ഈ അപ്പൂപ്പന് ചിലപ്പോൾ കള്ള് വെക്കാത്തവരും ഉണ്ട്, കള്ള് വെക്കുന്നവരും ഉണ്ട്. മറ്റൊരിടത്തും പിന്നെ തമ്പുരാന് ഇങ്ങനെയൊക്കെ തന്നെ, പക്ഷേ ശൈലിയിൽ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. നമുക്ക് പറയാനുള്ളത് ഇതൊന്നും ശരിക്കും ഈ പറയുന്ന സനാതന ഹൈന്ദവ ധർമ്മത്തിലൊരു മൂല്യച്യുതി എന്താ വെച്ചാൽ കമ്പയർ ചെയ്യാൻ ശ്രമിക്കുകയാണ്. അത് ഇതാണോ, ഒന്നിനോടൊന്ന് സാദൃശ്യം ഞാൻ ഉപമയല്ല ഇത് ആരാധനാ വൈവിധ്യങ്ങളാണ്. അപ്പോൾ തമ്പുരാനും ഈ അപ്പൂപ്പനും അതിൻ്റെ സമ്പ്രദായങ്ങൾ ഈ രീതിയിൽ മലവിളി പടുക്ക വയ്ക്കുന്നിടത്ത് പടുക്ക വയ്ക്കുക, ഇത് ചെയ്ത് പോകുക. അതുകൊണ്ടാണിത്. ഇവരൊക്കെ പ്രകൃതി വർഷിപ്പിൻ്റെ ആൾക്കാരാണ്. സത്യത്തിൽ മലയൊക്കെ തന്നെയാണ് അപ്പൂപ്പൻ, അല്ലാണ്ട് വേറൊന്നുമല്ല. തമ്പുരാനെന്ന് പറയുന്നതൊക്കെ ഈ പറയപ്പെടുന്ന പ്രപഞ്ചത്തിലെ ഓരോ ഈ നിലനിൽക്കുന്ന സാധനങ്ങൾ തന്നെയാണ്. അല്ലാണ്ട് നമ്മൾ ശിവനാണോ എന്നൊക്കെ ചോദിക്കും ചിലവർ. ശിവനല്ല, ശിവനാണ് ശിവൻ. പ്രാർത്ഥനാണോ പ്രാർത്ഥന, ചണ്ടാളവാവയാണ് ചണ്ടാളവാവ. നമ്മൾ മനുഷ്യരാണ്, പക്ഷെ വേറെയാണ്. ഇതന്നെയാണ് ദേവതകളുടെ കാര്യത്തിലും വ്യത്യസ്തമാണ്. തീർച്ചയായിട്ടും. ശക്തി ആരാധനയുടെ ഒരു മൂലകേന്ദ്രം എന്ന് പറയുന്നത് പാലക്കാട് കല്ലടിക്കോട് മലനിരകളാണ് എന്ന് കേട്ടിട്ടുണ്ട്. അവിടെയുള്ള കരിനീലി ഉപാസന
ആ കരിനീലി അമ്മയാണ് പിന്നീട് ശക്തി ആരാധനയുടെ ആദ്യത്തെ ഒരു ഉദാഹരണമായിട്ട് വന്നതെന്നും കേട്ടിട്ടുണ്ട്. അതിലെ അത് കല്ലടിക്കോട്ടത്തെ ആ ഒരു എന്താണ് ആ ഒരു ശക്തി ഉണ്ടല്ലോ, അതിനെപ്പറ്റിയും അതുപോലെ തന്നെ ഈ കാളിയും കരിനീലിയും, ഈ കാളി ഉപാസനയും കരിനീലി ഉപാസനയും ഒന്നാണോ, ആ ഒരു കാര്യം കൂടെ ഒന്ന്, അല്ലെങ്കിൽ ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണ്? തീർച്ചയായും. ഒന്ന്, കല്ലടിക്കോട് എന്ന് പറയുന്നത് കല്ലടിഞ്ഞ കോട് കല്ലടിക്കോടാണ്. കല്ലുകൾ അടുക്കി വെച്ച് 5000 കല്ലും കൊണ്ട് അടിയും കെട്ടി, 3000 കല്ലും കൊണ്ട് മൂളും കെട്ടി, 16 തൂണിൽ കരിങ്കോട്ടയും കെട്ടി, മലയോട് പുറഞ്ചാരി എന്ന് പടിഞ്ഞാട്ട് കാലം നീട്ടിയിരിക്കുന്ന പൊന്നുമലവാരത്തമ്മേ എന്ന് വിളിക്കാം. അതിൽ തന്നെ ഉണ്ട് ആ കല്ലിൻ്റെ സ്ട്രക്ചർ അല്ലേ. എന്താ പറയുക, 5000, 3000 ഒന്നുകൊണ്ട് 5, 3, 8 എന്നെ ഇതൊക്കെ ആധാരങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. 7 പറയണം, 8 പറയുന്ന അധർവേദത്തിലൊക്കെ 8 പറയുന്നുണ്ട്. അപ്പോൾ ആ 8 അതിൽ 16 തൂണിൽ കരിങ്കോട്ടയിട്ടില്ല. 16 തൂണെന്ന 16 തത്വങ്ങൾ. ഇപ്പോൾ ഒരു വൈഷ്ണവത്തിൽ 25 തത്വം, ആ പരമേശ്വരൻ തൊട്ടിട്ട് ഭൂമി വരെ 25 തത്വങ്ങൾ പോകുന്ന രീതിയുണ്ട്. ശൈവത്തിൽ 96 പറയുന്നുണ്ട്, 36 ശാക്തേയത്തിന് 36 പറയുന്നവരുണ്ട്. എന്തായാലും ശരി, ഈ തത്വങ്ങൾ പറയുന്ന നേരത്ത് മലബാര സമ്പ്രദായം അത് ഒരു സ്വതന്ത്ര ദർശനമാണ്. മലബാര സമ്പ്രദായം ഒന്നിൻ്റെ ഭാഗമല്ല. പലപ്പോഴും അതൊക്കെ വലിയ വിവാദ വിഷയമാണ്. ഇതിനെ ചേർത്തിട്ട് ഇത് ശൈവമാണ്, അല്ലെങ്കിൽ നീലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർവതിയാണ്, പർവ്വതനന്ദിനി എന്നുള്ള അർത്ഥത്തിലൊക്കെ ഓക്കെ. പക്ഷെ മറിച്ച് അതൊന്നും അങ്ങനെയല്ല, ഒക്കെ വേറെ തന്നെ. അവിടെയാണ് ഇതിൻ്റെ ഫിലോസഫി 16 തത്വത്തിലാണ്. ഈ 16 തത്വത്തിലുള്ള കരിനീലി ആദിയിൽ, അപ്പം അതിൻ്റെ ഒരു എന്തിനും ഉണ്ടാവില്ല, ഒരു മിഥോളജി ഉണ്ടാവില്ല. അപ്പോൾ അതിലെങ്ങനെയാണ് പറയുക വെച്ച് കഴിഞ്ഞാൽ, സ്വതവേ ഉദിപ്പനത്തെ ഉദിഭഗവാന്റെ 3 മാന്ത്രികൾ ഇളങ്കിമാം പൊട്ടിപ്പൊളി ചെയ്യപ്പെട്ട ഇണയോട് 2 തേവർപ്പെങ്ങളെ എന്നാണ്. ഉദിഭഗവാനിലുണ്ടായ നല്ലച്ഛനിലുണ്ടായ മകൾ തന്നെയാണ് അത്. ഉദിഭഗവാൻ നമ്മൾ പ്രത്യക്ഷത്തിൽ ഉദിഭഗവാൻ കതിരോൻ സൂര്യൻ, അതിൽ നിന്നുണ്ടായ മകളാണ്. സയൻറ്റിഫിക്കലി അല്ലെങ്കിൽ ആ ഒരു ഭൂമിയാണ് പറയുന്നത്. അതിൻ്റെ സ്വരൂപം, ദേവതാ സ്വരൂപം വരുമ്പോൾ അതാണ് കരിനീലി. 2 സഹോദരങ്ങളാണ്, മൂക്കൻ ചാത്തനും അല്ലെങ്കിൽ കള്ളാടിയും ഈ പറയുന്ന കരിനീലി, അല്ലെങ്കിൽ ചിലർ പറയും മലവാഴിയും മലവായി രണ്ടാണെന്ന് പറയും. അപ്പോൾ ആ കരിനീലി അമ്മ അവിടെ വന്ന് അപ്പോൾ ആദിയിലെ ആ മാതൃഭാവം, ഭൂമി നമുക്കെല്ലാവർക്കും അറിയാം, ആ മാതൃഭാവമാണ്. ആ മാതൃഭാവത്തിന് ആധാരമായിട്ട് അത് ഉത്ഭവം ചെയ്തത് വന്നിരുന്നത് കല്ലടിക്കോടായിട്ടാണ് പറയുക. ആ കല്ലടിക്കോട് മലനിരകളിലായിട്ടാണ് പറയുക. ആ മലനിരകളിൽ കരിനീലി അമ്മ ഇപ്പോൾ പലപ്പോഴും പല പുരാണങ്ങളുമായിട്ടൊക്കെ അറ്റാച്ച് ചെയ്തിട്ട് ചില കാര്യങ്ങളൊക്കെ പറയുന്നവരുണ്ട്. എന്താ പറയുക, ശിവൻ എന്താ പറയുക വന്ന സമയത്ത് കരിനീലിയെ കണ്ടു, അല്ലെങ്കിൽ കൂളിവാകയെ കണ്ടു, എന്നിട്ട് എന്താ പറയുക കൂളിവാക പാർവതിയോട് സങ്കടം പറഞ്ഞു. അതൊക്കെ ഈ മിക്സ് ചെയ്യാൻ പോവുകയാണ്. അങ്ങനെയൊന്നും അല്ലാണ്ട് ഒരു സ്വതന്ത്ര ഇതുണ്ട്. അവിടെ കരിനീലി അമ്മ ആദിയിലെ മാതാവാണ്. ആദിയിലെ മാതാവാകുമ്പോൾ ആ ആദിയിലെ മാതാവ് അവിടെ കൂളിക്കുന്നൻ ചാത്തനെ കൂളിക്കുന്നിരിക്കുന്ന ചാത്തനാണ്. അത് ഏകദേശം ഈ മലനിരകൾ ഇങ്ങനെ വരുന്ന അട്ടപ്പാടി പിടിച്ചുകൊണ്ടാണ് ഈ മലനിരകൾ വരുന്നത്. അട്ടപ്പാടിയിൽ ആ മലനിര, അപ്പോൾ ആ അട്ടപ്പാടിയിലെ ആ മലനിരയിൽ ആ പറയുന്ന കൂളിക്കുന്നൻ ചാത്തൻ ഇരിക്കുന്നതാണ് മല ഈശ്വരൻ പോയിട്ട് പിന്നെ മല്ലി ഈശനായി മാറുന്നത്. മല്ലീശ്വരൻ അത് മല ഈശനാണ്. അപ്പോൾ അത് കൂളിക്കുന്നിലിരിക്കുന്ന ചാത്തനാണ്. ആ കൂളിക്കുന്നൻ ചാത്തനെ കാണാൻ വേണ്ടിയിട്ട് കരിനീലി അമ്മയ്ക്ക് ആഗ്രഹം ജനിക്കുകയും, ഈ പറയുന്ന മൂക്കാൻ ചാത്തനോട് പറയാൻ പറ്റില്ല, ആങ്ങളോട് പറയാൻ പറ്റില്ല, ഒരു ആഗ്രഹം പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ പലപ്പോഴും ഉണ്ടാകുന്ന ഇതാണ്, പറയാണ്ട് പോവുകയും ഒരു ഒന്നിച്ച് താമസിക്കുകയും അതിൽ നിന്ന് ഗർഭം ധരിക്കുന്നുണ്ട്. എന്നിട്ട് അമ്മ ഇത് കുറച്ച് ഗർഭം മറച്ചു വയ്ക്കാൻ കഴിയില്ല. അപ്പോൾ ആ സമയത്ത് ഈ കൂളിക്കുന്നൻ ഈ പറഞ്ഞ എന്താ പറയുക മൂക്കൻ ചാത്തൻ ഇത് കണ്ട് മനസ്സിലായിക്കൊണ്ട് ദേഷ്യപ്പെട്ട് മലയിൽ നിന്ന് അമ്മേനെ പുറത്താക്കി അമ്മ വിഷമിച്ചിരിക്കുമ്പോൾ എന്തെങ്കിലും പ്രസവിക്കാനായി. അപ്പോൾ അമ്മ എന്താ വെച്ചാൽ പാതാളം, അവിടെയാണ് ആ പാതാളം ഒരു കുഴി കാണും, അവിടേക്ക് ഇറങ്ങിപ്പോയിട്ട് പാതാളത്തിൽ അമ്മ പെറ്റിടും. അതാണ് ഈ കുട്ടിച്ചാത്തന്മാരായിട്ട്. ഒരു കുട്ടിച്ചാത്തനല്ല, വെച്ചിട്ട് 390 ഒക്കെ പറഞ്ഞ രീതിയൊക്കെയാണ്. 399, 390, 400 10 കുറവ് എന്നൊക്കെ പറയും. അങ്ങനെയൊന്നുമല്ല, എണ്ണിയാൽ ഒടുങ്ങാതെ. നമ്മളൊക്കെ പറയുക 900 ചാത്തന്മാരുന്ന, എണ്ണിയാൽ നക്ഷത്രങ്ങൾ പോലെയാണ്. അമ്മ കൊണ്ട് പെറ്റിട്ടു. അപ്പോൾ ആ പെറ്റിട്ടത് ആ പാതാളത്തിലാണ്. പിന്നീട് കൂളിക്കുന്നൻ ചാത്തൻ കൊണ്ട് മക്കളെ ചോദിക്കുകയും, അവിടെ കയറ്റാൻ പറ്റില്ല, മലയ്ക്ക് കയറ്റാൻ പറ്റില്ല. അപ്പോൾ മക്കളിനെ കൂളിക്കുന്നൻ ചാത്തൻ കൊണ്ടുപോയിട്ട് ഈ അട്ടപ്പാടി മലനിരകളിൽ വെച്ചിട്ടാണ് പഠിപ്പിക്കുകയൊക്കെ ചെയ്യുന്നത്. എന്നിട്ടാണ് ഈ തിരിച്ചും അമ്മയുടെ അടുത്തേക്ക് വരുന്നതൊക്കെ. അപ്പോൾ അവിടെ എന്താ വെച്ചാൽ ആ ഒരു കൾട്ടുമായി ബന്ധപ്പെട്ട് പരാശക്തിയെ വിളിക്കുന്ന പേരാണ് കരിനീലി. ഇതിനെ തന്നെ കരുനീലി എന്ന് പറയുന്ന സംഭവം. കരിനീലി എന്ന് പറഞ്ഞാൽ ആ നീലയുടെ പരിപൂർണമായിട്ട് ഇരുണ്ട നീലവർണ്ണത്തിലുള്ള ഭാവമായിരുന്നു അവൾക്കുണ്ടായിരുന്നത്. നിങ്ങൾ നോക്കൂ, മറ്റൊരു ഗ്രഹത്തിൽ നിന്ന് നമ്മുടെ ഭൂമിയെ നോക്കുമ്പോൾ ആ ഭൂമിയുടെ നിറം എന്തായിരിക്കും? പണ്ടുള്ളവർ, ഇന്നുള്ള മറ്റു ശാസ്ത്രങ്ങളൊക്കെ വളരുന്നതിന് മുമ്പേ ഈ ഭൂമിക്ക് നീലവർണ്ണമാണെന്ന് കണ്ട ആ പേരിടണമെങ്കിൽ നമ്മൾ ഋഷിവൈദ്യന്മാരെക്കുറിച്ചും സിദ്ധന്മാരെക്കുറിച്ചും മുനീശ്വരന്മാരെക്കുറിച്ചൊക്കെ പറയും ഇല്ലേ. പക്ഷെ ഇവിടുത്തെ ആദിമ ജനത നമ്മൾ പലപ്പോഴും പാർശ്വവൽക്കരിച്ച് മാറ്റിയെടുക്കുന്നൊരു ജനത, എവിടുന്ന് എങ്ങനെ? അവരാണ് നമ്മൾ ഋഷീശ്വരന്മാർ. അവരെ ഇന്ന് നമ്മൾ അവരുടെ പിന്നീട് വന്ന സിദ്ധാന്തങ്ങളെ നമ്മൾ അംഗീകരിക്കണം. പക്ഷെ മറിച്ച് അവർ ഈ പ്രകൃതിക്ക് പ്രപഞ്ചത്തിനിട്ട പേരാണ്
കരിനീലി. ആ കരിനീലി, ആ കരിനീലിയുടെ പ്രത്യേകത എന്താ? വേദം പറയുന്നുണ്ട്, കാളിയുടെ വർണ്ണങ്ങൾ പറയുമ്പോൾ, സപ്തവർണ്ണങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അവിടെ ഒരു നീലവർണ്ണത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ആ വർണ്ണം ശുദ്ധാഗ്നി വർണ്ണം, ശുദ്ധബോധം. കുലധർമ്മവുമായി ബന്ധപ്പെട്ട് ശ്രീവിദ്യാചാര്യ സമ്പ്രദായങ്ങൾ ചെയ്യുന്ന ആളുകൾ പൂജാവസാനത്തിൽ അവരൊരു കുലദീപം തെളിയിക്കാറുണ്ട്. കുലദീപം തെളിയിക്കുക പല വെർഷനുണ്ട്. പക്ഷേ യഥാർത്ഥ കൗള വെർഷൻ എന്ന് വെച്ചാൽ നീല വർണ്ണത്തിലുള്ള ദീപമാണ് തെളിയിക്കുക. പക്ഷെ ശബരിമലയൊക്കെ നീലവർണ്ണത്തിൽ കത്തിക്കണ്ടേ, ഇപ്പോൾ തീയിട്ട് കത്തിക്കുക. അപ്പം ആ നീലവർണ്ണം ശുദ്ധാഗ്നി വർണ്ണം ശുദ്ധബോധത്തിൻ്റെയാണ്. അപ്പം ആ ശുദ്ധബോധം ആണ് കരിനീലി. ഭൂമിയാണ് കരിനീലി, പ്രകൃതിയാണ് കരിനീലി. ഇത് അവിടെ ഉള്ളത് തന്നെയാണ്. അതിൽ നിന്ന് മറ്റുണ്ടായതൊക്കെയാണ് ചാത്തന്മാർ. ഈ കരിനീലിയെ പലപ്പോഴും ചിലപ്പോൾ കരുനീലി എന്ന് വിളിക്കാറുണ്ട്. കരിയാണോ കരുവാണോ കാരയാണോ എന്നൊക്കെ വലിയ വിഷയമുണ്ട്. അവിടെയാണ് കരുനീലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയുള്ള നീലി ഉപാസിക്കുമ്പോൾ 7 വർഷത്തെ ഉപാസനാകാലമാണ്. തന്ത്ര 7 വർഷമാണ് ചുരുങ്ങിയത് പഠിക്കാനുള്ള അവസരം. ആ 7 വർഷം കഴിയുമ്പോൾ കരുവായിട്ട് ഒരു ഉപാധിയായിട്ട് കൊടുത്തയക്കും. ആ ഉപാധിയായിട്ട് കൊടുക്കുമ്പോൾ ആ നീലിയാണ് സത്യത്തിൽ കരു നീലി എന്ന് പറയുന്നത്. അവിടെ തന്നെ വെള്ളടി വിദ്യ, കാരൊടി വിദ്യ, അപ്പോൾ കാരയിൽ വരുന്നുണ്ട് വെള്ളടി. അപ്പം വെച്ചാൽ അതെന്ന് വെച്ചാൽ ഈ മൂലാധാരം എന്നൊക്കെ നമ്മൾ സമൂഹം വിളിക്കുന്ന ആ സംബന്ധിയായിട്ട് ബേസിൽ നിന്നുകൊണ്ടുള്ള ഉപാസന ചെയ്യുമ്പോൾ നീലിയെ ഈ പലപ്പോഴും കാരനീലി ബേസിലാണ് ഇരിക്കുന്നത്. അപ്പോൾ അങ്ങ് പിന്നെ അപ്പോൾ നീലിയുടെ ഒരു കാര്യം നമ്മൾ പറഞ്ഞു, ചാത്തന്മാരെ കുറിച്ചും വീണ്ടും അതിൽ ഒരുപാട് വിഷയമുണ്ട്. എന്നാൽ ശരി, ഇവിടെ ഇത് പറഞ്ഞു വന്നു. ഇനി അടുത്തതാണ് നീലിയും കാളിയും ഒന്നാണോ എന്നുള്ളത്. നമ്മൾ ആദ്യമേ പറഞ്ഞു, ഈ കമ്പയറിങ്ങിൻ്റെ ഒരു ആവശ്യത്തിലില്ല. നീലിയെ വിളിക്കുമ്പോൾ തന്നെ നീലി, കാളി, ശൂലിനി, ദുർഗ എന്നൊക്കെ പറയുന്ന നാടൻ പ്രയോഗങ്ങളുണ്ട്. പക്ഷെ നീലിയും കാളിയും വേറെ തന്നെ വിളിക്കുന്നുണ്ട്. കാളി, കൂളി, പണ്ടാരങ്ങൾ എന്ന് പറയും. പണ്ടാരങ്ങൾ മോശമൊന്നുമല്ല. അപ്പം കാളി വേറെ തന്നെയാണ്.